ഡെന്റിസ്റ്റുകളുടെ ഒരു സംഘടനയാണ്. കേരള ഘടകത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള 5 ബ്രാഞ്ചുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. IDA തൃശ്ശൂർ ബ്രാഞ്ച്, IDA കുന്നംകുളം, IDA ഗുരുവായൂർ, IDA ചാലക്കുടി ആൻഡ് IDA കൊടുങ്ങല്ലൂർ. അങ്ങനെ 5 ബ്രാഞ്ചുകളാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ മെയിൻ ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ നാളെ ഡെന്റിസ്റ്റ് ഡേ ആണ് 6th. അത് കാലിക്കറ്റ് വെച്ചിട്ട് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ഗംഗാധരൻ ഡോക്ടറാണ് അതിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അതിനെ പ്രതിനിധീകരിച്ചിട്ട് IDA ക്യാൻവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പൊ IDAയുടെ കീഴിൽ ഏകദേശം കേരളത്തില് 7000 ഡെന്റൽ ക്ലിനിക്സ് ഉണ്ട്. അപ്പൊ അതിലൊരു ദിവസം ഏകദേശം ഒരു 20 to 25 പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഓറൽ സ്ക്രീനിങ് ആണ് നമ്മളിപ്പോ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. അതിപ്പോ ഈ സാഹചര്യത്തില് വദന അർബുദം വളരെയധികം കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോ ഈ ദീർഘദൂര ലോറി ഡ്രൈവേഴ്സ്, അതിഥി തൊഴിലാളികൾ, അതുപോലെ ഇപ്പൊ കുട്ടികളിലും ഇത് വളരെയധികം കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രാഥമിക രോഗനിർണയമാണ് ഇപ്പൊ ഈ ഡെന്റൽ ക്ലിനിക്കുകൾ, IDAയുടെ ബാനറിൽ വരുന്ന ഡെന്റൽ ക്ലിനിക്ക് മുഖാന്തരം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി നാളെ നമ്മളൊരു വെബ്സൈറ്റ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. IDA www.idasparks.com എന്നാണ് അതിന്റെ പേര്. അതില് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് അല്ലെങ്കിൽ ഏത് ക്ലിനിക്കാണ് വേണ്ടത് അതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ക്രീനിങ് കണ്ടക്ട് ചെയ്യാനും പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഇതിൽ പറയുന്ന IDAയുടെ ബാനറിൽ വരുന്ന എല്ലാ ഡെന്റൽ ക്ലിനിക്കിനെയും സമീപിക്കാവുന്നതാണ്. ഇത് കേരള സർക്കാരായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത്. പരിശോധന സൗജന്യമാണ്. ട്രീറ്റ്മെന്റും സൗജന്യമാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൗജന്യമല്ല, നമ്മൾ പേഷ്യൻസ് കാണുന്നത് സൗജന്യം. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ സൗജന്യമാക്കിയിട്ടില്ല. അതെ, ഇപ്പൊ നമ്മൾ ബയോപ്സി കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയിട്ട് ഒരു ഡെന്റിസ്റ്റിന് എടുത്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണല്ലോ. ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ അതിന്റെ റേഡിയേഷൻ, കീമോതെറാപ്പി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ ചെയ്യും. പ്രൈമറി പരിശോധന നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവർക്ക് സംശയം ഉണ്ടാവില്ല, ഇത് വായിലൊരു വെള്ളപ്പാണ്ട്, ഇത് എന്തിട്ടാണ് സാധനം, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അതിന്റെ ട്രീറ്റ്മെന്റ് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന ഹോസ്പിറ്റലിൽ പോയി ഇന്ന ആളെ കണ്ടാൽ മതി എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിടും. ഇപ്പോൾ IDA ക്യാൻവിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാൻവിൻ, അതായത് പ്രാഥമിക നിർണയം വളരെ പ്രധാനമായതുകൊണ്ട് അത് ദന്ത ഡോക്ടർമാരുടെ അടുത്തേക്കാണ് നമ്മൾ പ്രാഥമിക നിർണയത്തിന് എല്ലാവർക്കും എളുപ്പം ഉണ്ടാവുക, പെട്ടെന്ന് കണ്ടുപിടിക്കാനും എളുപ്പം ഉണ്ടാവുക. അപ്പോൾ ദന്ത ഡോക്ടർമാരുടെ അടുത്തൊരു രോഗി വരുമ്പോൾ കാണുന്ന പാടുകൾ, മുഴകൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും ആ നിർണയം ഉണ്ടായിരുന്ന പ്രാപ്തരായിരുന്ന ഡോക്ടർമാരെ ഒന്നുകൂടെ പ്രാപ്തരാക്കാനായിട്ട് ക്യാൻവിൻ എന്നുള്ള ഒരു ബൃഹത് പദ്ധതി കൂടെ ഈ സ്പർശ് എന്നതിൻ്റെ കൂടെ തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. പക്ഷെ അത് ചികിത്സാ പദ്ധതിയുടെ പരിശീലനമാണ്, ഡോക്ടർമാരെ പരിശീലിപ്പിക്കുന്ന കൂടുതൽ പ്രാപ്തരാക്കാൻ വേണ്ടി. അതും കൂടെ നടത്തിയിട്ടുണ്ട്. 2 റീജിയനിൽ ഓൾറെഡി നടത്തി കഴിഞ്ഞു, ഇനിയും നടത്തുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് രോഗനിർണയം കൂടെ എളുപ്പമാകും. മറ്റത് പലപ്പോഴും നമ്മൾ ഈ ഉണങ്ങാത്ത വ്രണങ്ങളൊക്കെ വരുമ്പോൾ അറിയപ്പെടാറില്ല. അത് അറിയപ്പെടാതെ വായ്പുണ്ണാണെന്ന് കരുതി അത് പോകാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൂടുതൽ അറിയാനായിട്ട് പറ്റും. കോഴിക്കോട് വെച്ച് നാളെ ഇനാഗുറേഷൻ ചെയ്തു. ഇപ്പോഴുണ്ട്. അത് ഞങ്ങളുടെ ഡെന്റൽ CDH എന്ന് പറഞ്ഞ ഡെന്റൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം ക്യാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ക്യാൻ തൃശ്ശൂരിന്റെ ഭാഗമായി 2023-2024 കാലഘട്ടത്തിൽ എല്ലാ തൃശ്ശൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ IDAയുടെ ഭാഗമായി മറ്റ് ഗവൺമെന്റ് ഡോക്ടേഴ്സിന്റെ ഭാഗമായി സ്ക്രീനിങ് നടന്നിരുന്നു. അതിൻ്റെ അകത്ത് ഏർലി പ്രീ ക്യാൻസർ പേഷ്യൻസിന്റെ കണ്ടെത്തിയതിന്റെ ഒരു ഡീറ്റെയിൽ സർവേ ഉണ്ട്. നമ്മള് DMOയുമായി അസോസിയേറ്റ് ചെയ്ത്, ഗവൺമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് തൃശ്ശൂരിൽ പ്രത്യേകിച്ച് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം. അതൊരു നല്ല സ്റ്റഡി ആയിരുന്നു. അതിൽ ഒരുപാട് രോഗികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പ്രീ ക്യാൻസർ, ഏറ്റവും വായയിലെ ക്യാൻസറിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ കണ്ടുപിടിച്ചാൽ പ്രീ ക്യാൻസർ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ടത്. ഈ ശരീരത്തിന്റെ പല കാരണങ്ങളിലും നമ്മൾ സാധാരണയായിട്ട് പറയുന്ന പോലെ പുകവലി, മദ്യപാനം, മുറുക്ക്, മയക്കുമരുന്ന് കൂടാതെ, അതൊക്കെ നമ്മൾ ഹാബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് കൂടാതെ ഇപ്പൊ വായിൽ കൂർത്ത പല്ലുകൾ, പിന്നെ നല്ല പോഷകാഹാര കുറവ്, ഉണങ്ങാത്ത വ്രണങ്ങള്, പിന്നെ ഇൻഫെക്ഷൻസ്, അതായത് ബാക്ടീരിയൽ പല്ലിന്റെ പൊസിഷൻ, അങ്ങനെ അറിയപ്പെടാത്ത, സാധാരണയായി നമ്മൾ പണ്ട് കാലത്ത് ഹാബിറ്റ്, ഈ ക്യാൻസർ കേരളത്തിലെ ആദ്യമായിട്ട് ആണ്. കേരളം ക്യാൻസറിന്റെ, വായിലെ ക്യാൻസറിന്റെ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് കേരളത്തെ വിളിക്കാം. കാരണം ഡോക്ടർ ജേക്കബ് സക്കറിയനെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തുടങ്ങിയ, അവിടെ ഡെന്റൽ കോളേജ് വരാനുണ്ടായ കാരണം തന്നെ, RCC ഒക്കെ വരാനുണ്ടായ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. ഇൻഡോ ഡാനിഷ് ഓറൽ ക്യാൻസർ കൺട്രോൾ പ്രോജക്റ്റ് എന്നാണ് അതിന് പേര്. അന്ന് ശ്രീ EMSന്റെ സമയത്ത് അദ്ദേഹം ഡോക്ടർ ജേക്കബ് സക്കറിയുമായി ചേർന്ന്, പിന്നീട് കൃഷ്ണൻ നായർ സാർ, RCCയുടെ സ്ഥാപക ഡയറക്ടറായിട്ടുള്ള കൃഷ്ണൻ നായർ സാറും കൂടി ചേർന്നിട്ട് തുടങ്ങിയതാണല്ലോ RCC. അപ്പൊ ഞാനും RCC എന്ന് പറയുന്ന ഡോക്ടർ കൃഷ്ണൻ നായർ സാറിന്റെ പുസ്തകത്തിൽ ഇത് കാണാം. ഡോക്ടർ ജേക്കബ് സക്കറിയെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അദ്ദേഹം ദന്ത ഡോക്ടർ ആയിരുന്നു, പക്ഷെ എന്നേക്കാൾ അദ്ദേഹം വിദഗ്ധനായിരുന്നു എന്നാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. കാരണം അത്രയും വായിലെ രോഗങ്ങളെ കുറിച്ച് കുട്ടികളിലും ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിന്റെ അതും അങ്ങനെയില്ല നമ്മളെല്ലാവരും ഉപയോഗിക്കില്ല. അത് പഴയതിനേക്കാളും ഇപ്പോൾ കൂടിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ക്യാൻ തൃശ്ശൂർ എന്നുള്ള പദ്ധതി വെച്ചിട്ട് നമ്മള് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ സ്ക്രീനിങ് നടത്തിയപ്പോ ഭയങ്കരമായിട്ടുള്ള വളർച്ചയാണ് കാണുന്നത്. ക്യാൻസർ രോഗികളുടെ കൂടുതലായിട്ടുള്ള കാണുന്നത്. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോവാണ് പലരും. വായിലൊരു ചെറിയ വെളുത്ത പാട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അതൊരു ക്യാൻസറിന്റെ ലക്ഷണമാണ്. ഇപ്പോഴത്തെ വിദ്യാലയങ്ങളിൽ ഒരു ജോയ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് ഈ മയക്കുമരുന്ന് സ്റ്റിക്കുകൾ ഉണ്ട് വായച്ചുണ്ടിന്റെ അവിടെയൊക്കെ വെക്കുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാണ്. ആസ്പിൻ കോട്ടയാട് എന്ന് പറഞ്ഞ പഴയ ബ്രിട്ടീഷ് ശ്രീ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ആസ്പിൻ കോട്ടയാട്. ഗംഗാധരൻ ഡോക്ടറും ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് ഉദ്ഘാടനം മന്ത്രി റിയാസ്. കാലത്ത് മുതൽക്ക് അത് ഓരോ രാവിലെ മാറ്റാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരം 7 മണിക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ മന്ത്രിയും കാര്യങ്ങളൊക്കെ വന്നുള്ള കാര്യങ്ങൾ. വൈകിട്ട് 7 മണിക്ക് വാക്കത്തോണായിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അത് രാവിലെയാണ്. രാവിലെയാണ്. ഞാൻ ഡോക്ടർ റിൻകോസി മാത്യു. ഇല്ല അതിലില്ല. റിൻകോസി മാത്യു, RINCO C മാത്യു. ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാനാണ്. അതെ. ഡോക്ടർ ജോൺസൺ ജോൺ, ചാലക്കുടി ഐഡിയയുടെ പ്രസിഡന്റ്. ജോൺസൺ ജോൺ, ഐഡിയ ചാലക്കുടി ബ്രാഞ്ചിന്റെ പ്രസിഡന്റ്. ഞാൻ ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ. ഐഡിയ കുന്നംകുളത്തിന്റെ സെക്രട്ടറിയാണ്. ഞാൻ ഡോക്ടർ ജോജി ജോർജ്, ഗുരുവായൂർ ബ്രാഞ്ചിന്റെ സെക്രട്ടറി. ഡോക്ടർ ജിതിൻ ഗോപി, ഐഡിയ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിന്റെ പ്രസിഡന്റ്. ജിതിൻ ഗോപി. പിന്നെ ഡോക്ടർ പ്രശാന്ത്, ഐഡിയ തൃശ്ശൂരിന്റെ പ്രസിഡന്റാണ്. ഡോക്ടർ പ്രശാന്ത്.